അതൊരു 150 പവനെങ്കിലും വേണം, ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന രീതിയിലാണ് അമ്മയും മോനും തമ്മിൽ രാഹുൽ അന്ന് എന്നോട് സംസാരിച്ചു. അമ്മയും അനിയത്തിയും, അതായത് കിച്ചണിൽ വെച്ച് ഞാൻ കിച്ചണിൽ കയറുമ്പോൾ അന്ന് സ്വർണ്ണത്തിൻ്റെ പേരിൽ സ്വർണ്ണം എവിടെയാണ് വെച്ചതെന്നുള്ള ഒരു ഡിസ്കഷൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മോന് ഇതിൽ കൂടുതൽ കിട്ടേണ്ടതാണ്, എൻ്റെ മോന് പോരാ എന്നുള്ള രീതിയിലൊരു കാര്യങ്ങളൊക്കെ അമ്മ എന്നോട് പറയുമായിരുന്നു. പിന്നെ അവർ നമ്മളോട് സ്ത്രീധനം ചോദിച്ചിട്ടില്ല. അതായത് കല്യാണം ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇത്ര വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാറ് വേണം, അങ്ങനെയുള്ള ഒരു ഡിമാൻഡ്സും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ മെയിനായിട്ട് പറഞ്ഞത് എന്നെ വേണം എന്നുള്ള മാത്രമേ രാഹുലിൻ്റെ സൈഡിൽ നിന്ന്, രാഹുലിൻ്റെ ഫാമിലിൻ്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, രാഹുലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അമ്മയ്ക്ക് വലിയ റോളുള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഫോൺ എൻ്റെ കയ്യിലല്ല, രാഹുലിൻ്റെ കയ്യിലാണ്. ഞാൻ ഫോൺ അധികം യൂസ് ചെയ്തിട്ടില്ല. അതിനൊരു സിറ്റുവേഷൻ രാഹുൽ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. അന്ന് മർദ്ദിക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ കയ്യിൽ ഫോണില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാനാണ് ആ സമയത്ത് നോക്കുന്നത്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഡോറ് തുറന്ന് എങ്ങനെയെങ്കിലൊക്കെ പുറത്തേക്ക് വരണം, അതാണ് ഞാൻ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പന്തിരാങ്കാവിൽ ഭർത്ത വീട്ടിൽ നിന്ന് സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട പരാതി ഉയർത്തിയ ആ യുവതി തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം? 11-ാം തീയതി ഏകദേശം ഒരു രാത്രിയോടെയാണ് ഇങ്ങനെ ആളെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. ഏകദേശം ഒരു 1 മണിയൊക്കെ അടുത്താണ്. അപ്പോൾ സ്ത്രീധനം കുറഞ്ഞു പോയി എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടാണ് നമ്മൾ തർക്കം തുടങ്ങുന്നത്. ആൾ ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്തിരുന്നു, ഒരു കാറ് ഡിസർവ് ചെയ്തിരുന്നു എന്നുള്ള പേരിലാണ്. അപ്പം ഞാൻ ആ സമയത്തിന് ഇത് മുന്നേ ഇത് ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടാണ് നമ്മൾ മാരേജ് പ്രൊസീഡ് ചെയ്തത്. അതായത് എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നും ഇത്രയാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്, അത് പുള്ളിക്കും പുള്ളിയുടെ ഫാമിലിക്കും ഓക്കെ ആണ് എന്ന് അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ടാണ് നമ്മൾ ഈ കല്യാണം പ്രൊസീഡ് ചെയ്തത്. പിന്നെ ആ ഒരു തർക്കത്തിന് അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെന്തിനാണ് അതിനെക്കുറിച്ചൊരു തർക്കം? അപ്പോൾ ആ ഒരു പേരും പറഞ്ഞിട്ടാണ് എന്നെ പുള്ളി ഉപദ്രവിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അന്ന് തന്നെ രാവിലെ, അതായത് ഈ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ രാവിലെ പുള്ളിയും അമ്മയുമായിട്ട് ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അത് ഡോർ ലോക്ക് ചെയ്തിട്ട് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചായിരുന്നു. രാഹുലിനോട് ചോദിച്ചു, അത് നീ അറിയണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് രാത്രി ഒരു മാരേജ് ഫംഗ്ഷൻ, നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പുള്ളി വന്നപ്പോഴത്തേനും അത്യാവശ്യം കഴിച്ചിട്ടൊക്കെയാണ് പുള്ളി, കാര്യമായിട്ട് എന്തോ അടിച്ചിട്ടാണ് പുള്ളി ആ സമയത്ത് അവിടെ വന്നത്. അതായത് ലഹരി ആണോ ഉപയോഗിക്കുന്നത്? ഞാൻ ആദ്യം വിചാരിച്ചത് അത് മദ്യമാണെന്നാണ്. കാരണം പുള്ളി എന്നെ പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ ഭാര്യയുടെ അടുത്താക്കിയിട്ട് പുള്ളി ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കഴിച്ചിട്ട് വരാമെന്നുള്ള രീതിയിൽ പോയി. പക്ഷേ തിരിച്ചു വരുന്നത് പോയ രാഹുലല്ല തിരിച്ചു വരുന്നത്, നോർമലല്ല, ആൾ അത്യാവശ്യം നോർമലല്ല. പിന്നെ ഭയങ്കര ഒരു റെഡായിട്ട് അത്യാവശ്യം ആ ഒരു ലെവലിലായിരുന്നു. എന്നിട്ട് ഡ്രൈവ് പോകണമെന്ന് പറഞ്ഞു, ബീച്ചിൽ ലോങ് ഡ്രൈവ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് പോകണ്ട. പുള്ളി വിസമ്മതിച്ചു, പോകണം എന്ന് പറഞ്ഞു, നിർബന്ധിച്ചു. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയി. അപ്പോൾ അവിടെ വെച്ചിട്ട് പുള്ളി പറയണ ചെറിയൊരു പിണക്കം ഉണ്ടായിരുന്നു. അമ്മയുടെ പേരും പറഞ്ഞായിരുന്നു പിണക്കം. അതായത് അമ്മനോട് ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടാണ് പിണക്കം. അപ്പോഴേ എനിക്ക് മനസ്സിലായി, രാവിലെ അമ്മയായിട്ടൊരു ചർച്ച ഉണ്ടായിരുന്നല്ലോ. അപ്പം അമ്മ എന്തോ മോനെ ഡോർ ലോക്ക് ചെയ്തിട്ട് റൂമിലിരുന്ന് എന്തോ പറഞ്ഞ് കൊടുത്തിരിക്കുന്നു മോന്. അപ്പം എനിക്കൊന്നിനെ ആ ഒരു ചുരുക്കിൽ വന്നിട്ട് രാത്രി വന്നിട്ട് എന്നെ മർദ്ദിക്കുകയാണ്. അതും സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് മർദ്ദിക്കുന്നത്. കാരണം അതിന് മുന്നേ രാഹുൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ എന്നോട് വഴക്കിട്ടിട്ടില്ല. അപ്പം അമ്മ എന്തോ പറഞ്ഞു കൊടുത്ത് അതും കഴിഞ്ഞ് വന്ന് രാത്രിയാണ് സ്ത്രീധനം എനിക്ക് പോരായിരുന്നു പറഞ്ഞിട്ട്, എനിക്ക് കാറ് വേണമായിരുന്നു, അതെപ്പോൾ തിരിച്ചു കിട്ടുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് മർദ്ദിച്ചു തുടങ്ങുന്നത്. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എത്രാമത്തെ ദിവസമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? കല്യാണം കഴിഞ്ഞത് 5-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് 11-ാം തീയതി രാത്രി, അതായത് 12 മണിക്ക് ശേഷം. മെയ് 5-ന് കല്യാണം. കല്യാണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞു. അതിനുശേഷം 11-ാം തീയതിയാണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. 11-ാം തീയതിയാണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ നേരത്തെ ഈ തീരുമാനിച്ച് ഉറപ്പിച്ച സ്ത്രീധനം പോരാ എന്ന് കൃത്യമായിട്ട് പുള്ളി കൺവേ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി എന്ത് ഡിസർവ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? അല്ല, അതായത് പുള്ളി ആ ഒരു സമയത്ത് എന്നോട് പറഞ്ഞത്, അതായത് ഒരു 150 പവനെങ്കിലും വേണം, ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന രീതിയിലാണ് അമ്മയും മോനും തമ്മിൽ രാഹുൽ അന്ന് എന്നോട് സംസാരിച്ചത്. പിന്നെ അതിന് മുന്നേ അമ്മയും അനിയത്തിയും, അതായത് കിച്ചണിൽ വെച്ച് ഞാൻ കിച്ചണിൽ കയറുമ്പോൾ അന്ന് സ്വർണ്ണത്തിൻ്റെ പേരിൽ സ്വർണ്ണം എവിടെയാണ് വെച്ചതെന്നുള്ള ഒരു ഡിസ്കഷൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മോന് ഇതിൽ കൂടുതൽ കിട്ടേണ്ടതാണ്, എൻ്റെ മോന് പോരാ എന്നുള്ള രീതിയിലൊരു കാര്യങ്ങളൊക്കെ അമ്മ എന്നോട് പറയുമായിരുന്നു. അപ്പോൾ അതെന്നെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാക്കിയായിരുന്നു. അത് രാഹുലിനോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടെന്ന്. ഇപ്പോൾ അപ്പോൾ രാഹുൽ ചെന്ന് എന്തോ ചോദിച്ചു. പിന്നെ രാഹുലും അമ്മയും കൂടി അങ്ങനെയാണ് റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തിട്ട് എന്തൊക്കെയോ സംസാരിച്ച്. അതിൻ്റെ രാത്രിയാണ് എന്നെ ഇങ്ങനെ മർദ്ദിക്കുന്നത് സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട്.
അപ്പോൾ അതിന് മുന്നേ നമ്മളിതിലൊരു ക്ലാരിറ്റി വരുത്തിയതാണ്. കാരണം അതിന് മുന്നേ അവർ നമ്മളോട് സ്ത്രീധനം ചോദിച്ചിട്ടില്ല. അതായത് കല്യാണം ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇത്ര വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാറ് വേണം, അങ്ങനെയുള്ള ഒരു ഡിമാൻഡ്സും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ മെയിനായിട്ട് പറഞ്ഞത് എന്നെ വേണം എന്നുള്ള മാത്രമേ രാഹുലിൻ്റെ സൈഡിൽ നിന്ന്, രാഹുലിൻ്റെ ഫാമിലിൻ്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, രാഹുലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അമ്മയ്ക്ക് വലിയ റോളുള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ രാഹുലിൻ്റെ ഇഷ്ടത്തിൻ്റെ പേരിലാണ് രാഹുൽ എന്നോട് ഈ ഒരു പ്രപ്പോസലായിട്ട് വന്നതും ഇത് പ്രൊസീഡായതും. പിന്നെ ഈ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടുകാരെ ഈ വിഷയത്തിൽ ഇടപെടുന്നതും അവരറിയുന്നതൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ വിളിച്ചു പറഞ്ഞോ? ഇല്ല, വീട്ടിൽ വിളിച്ചു പറയാനുള്ളൊരു സിറ്റുവേഷനിലായിരുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, കല്യാണം കഴിഞ്ഞിട്ട് ഫോൺ എൻ്റെ കയ്യിലല്ല, രാഹുലിൻ്റെ കയ്യിലാണ്. ഞാൻ ഫോൺ അധികം യൂസ് ചെയ്തിട്ടില്ല. അതിനൊരു സിറ്റുവേഷൻ രാഹുൽ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. അന്ന് മർദ്ദിക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ കയ്യിൽ ഫോണില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാനാണ് ആ സമയത്ത് നോക്കുന്നത്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഡോറ് തുറന്ന് എങ്ങനെയെങ്കിലൊക്കെ പുറത്തേക്ക് വരണം, അതാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ മർദ്ദിക്കുന്നതിനിടയിൽ ഞാനത് ശ്രമിച്ചെങ്കിലും പുള്ളി ഓടി വന്ന് എന്നെ പിടിക്കുകയും ബെഡിലേക്ക് തിരിച്ചിടുകയും അവിടെ വെച്ച് വീണ്ടും അനാക്രമിക്കുകയാണ് ചെയ്തത്. ഞാൻ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു, എങ്കിലും അതിക്രൂരമർദ്ദനമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ശാരീരികമായ കൈകൊണ്ടും ഒക്കെയുള്ള ഉപദ്രവമായിരുന്നു അതല്ലെങ്കിൽ വേറെ? ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ ദിവസം അച്ഛനൊക്കെ പറഞ്ഞതുപോലെ കഴുത്ത് മുറിക്കാനുള്ള, കഴുത്തിൽ കുരുക്കിടാനുള്ള ശ്രമം അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായിരുന്നു മർദ്ദനം? കൈകൊണ്ട് നന്നായിട്ട് ഉപദ്രവിച്ചിനി. ആദ്യം തന്നെ കർണത്താണ് അടിക്കുന്നത്. അതിനുശേഷം കൈ ഇങ്ങനെ മുഷ്ടി ഇത് ചുരുട്ടി പിടിച്ചിട്ട് തലയിൽ ഇവിടെ ഒരു 3 ഇടി, ബാക്കിലൊരിടി, നെറ്റിയിൽ അത്യാവശ്യം നന്നായിട്ട് മുഴച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഇതൊരു കുറഞ്ഞതാണ്. പിന്നെ ചാർജറിൻ്റെ കേബിൾ അത് വെച്ച് എൻ്റെ കഴുത്തിൽ മുറുക്കിനെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് പുള്ളി പറയുന്നുണ്ട് കൊല്ലും എന്ന്. ഞാൻ ഇനിയും പുള്ളിയുടെ കൂടെ ജീവിച്ചാൽ എനിക്ക് എന്തായാലും ഒരു വധഭീഷണി ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഒരു കോംപ്രമൈസിന് നമുക്ക് ഒരു വിശ്വാസമില്ല, ഒരു ട്രസ്റ്റ് നമുക്ക്. ഇത് വീട്ടിൽ വെച്ചല്ലേ ഈ മർദ്ദനമൊക്കെ നടക്കുന്നത്? അപ്പം വീട്ടുകാരൊന്നും ഇത് അറിയുന്നില്ലേ? വീട്ടുകാർ, അതായത് നമ്മൾ അപ്സ്റ്റെയറിലാണ് താമസിക്കുന്നത്, വെളുത്ത റൂം. അവിടെ ആ വീട്ടിൽ താമസിക്കുന്നത് രാഹുലിൻ്റെ അമ്മ, അനിയത്തി, പെങ്ങൾ, അതായത് ചേച്ചി, പിന്നെ ഫ്രണ്ട് രാജേഷ് ഉണ്ട്. രാജേഷ് ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. അയാൾ ഫുഡും ഈ പറയുന്ന ചില സമയത്ത് ഉറങ്ങാറും അവിടെ തന്നെയാണ്. അപ്പോൾ അന്ന് അപ്സ്റ്റെയറിൽ രാജേഷ് നമ്മുടെ റൂമിൻ്റെ തൊട്ടിപ്പുറത്താണ് ആ റൂമിൽ കിടക്കുന്നുണ്ടായിരുന്നു. താഴെ അമ്മയും അനിയത്തി ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അവിടെ ആരോ മേളിലേക്ക് കയറി വന്നിട്ടുണ്ട്. കാരണം എന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് പുള്ളി പറയുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കല്ലേ, ആരോ വരുന്നുണ്ട്, സ്റ്റെപ്പ് കയറുന്ന സൗണ്ട് കേൾക്കുന്നത്. അത് ഞാനും കേട്ടായിരുന്നു. പക്ഷേ ആ ഡോറിൽ വന്ന് ആരെങ്കിലും ഒന്ന് മുട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സൗണ്ട് പോവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് അറിഞ്ഞിട്ടും അതിലിടപെടാതിരുന്നതായിരിക്കണം. മാത്രം ഞാൻ അത്രയും സൗണ്ടിലാണ് കരഞ്ഞത്. അപ്പോൾ രാജേഷ് എനിക്കിപ്പോഴത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാരും കേട്ടില്ല, ആർക്കും കേൾക്കാൻ പറ്റില്ല എന്ന് പറയാം. അത്രയും സൗണ്ടിൽ കരഞ്ഞിട്ട് പോലും അതാരും കേട്ടില്ല. രാജേഷ് എന്തായാലും കേൾക്കേണ്ടതാണ്. ആശുപത്രിയിലൊക്കെ പോകുന്നത് എങ്ങനെയാണ്? അതിനുശേഷം എനിക്കൊന്ന് ലാസ്റ്റ് തടി ഇവിടെയായിരുന്നു. അപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് ബാലൻസ് ഒക്കെ പോയായിരുന്നു. അതിൻ്റെ കണ്ടോ പുള്ളി റിങ്ങോ നഗോ എന്തോ കൊണ്ടിട്ടുണ്ടായി അടിയിൽ. ഇപ്പോഴും ബ്ലഡ് ഇവിടെ ക്ലോട്ടായിട്ട് എടുക്കുന്നുണ്ട്. ആ സമയത്ത് മൂക്കിൽ നിന്ന് ബ്ലഡ് വരും. പിന്നെ എൻ്റെ ബോധം കംപ്ലീറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ ബോധം വരുമ്പോൾ ഹോസ്പിറ്റലിലാണ്. ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പുള്ളി തന്നെ വീട്ടിലേക്ക് കൊണ്ട് ഏകദേശം 4 മണി അടുത്താണെന്ന് തോന്നുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. പുള്ളിയുടെ വീട്ടിലേക്ക് തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്. ഞാൻ എഴുന്നേറ്റ് തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ്. കാരണം എനിക്ക് ഒട്ടും വയ്യാമല്ലോ, ഇത്രയും അടിച്ചെന്നെ ക്രൂരമായിട്ട് അടിച്ചിങ്ങനെ കിടത്തിയേക്കുമല്ലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് തന്നെ ഒരു സമയത്താണ് എനിക്ക് ശാരീരികമായിട്ട് മെൻ്റലി ഫിസിക്കലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പം ഈ വീട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ട്. അവരെല്ലാവരും എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഞാനാണെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി ചെല്ലണമില്ല. ഞാൻ കിട്ടിയ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടു താഴത്തേക്ക് ചെന്നു. അപ്പോഴത്തേക്ക് അവർക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ ആകെ ഡൗട്ടായി. കാരണം എൻ്റെ ഫേസ് ഭയങ്കര വികൃതമായിരുന്നു ആ സമയത്ത്. ഭയങ്കര സ്വെല്ലിങ്ങും കാര്യങ്ങളും ബ്ലഡൊക്കെ ആ സമയത്ത് മൂക്കിൽ നിന്ന് ഒഴുകിയ ബ്ലഡ് അതുപോലെ തന്നെ ക്ലോട്ടായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നേരെ വന്ന് കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാൻ അവർ ചോദിച്ചു എന്താ മോളെ പറ്റിയത് എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ബാത്റൂമിൽ വീണതാണെന്ന്. രാഹുൽ എന്നോട് പറഞ്ഞത് ബാത്റൂമിൽ വീണ് അങ്ങനെ ഭീഷണിപ്പെടുത്തിയായിരുന്നു എന്നെ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ പറയുകയും ചെയ്തു പേടിച്ചിട്ട്. അപ്പോൾ പിന്നെ എന്നെ അവിടെ ഇരുത്തി കുറേ നേരം നോക്കിയപ്പോഴത്തേനും ഇവിടെയൊക്കെ ബ്ലഡൊക്കെ കണ്ടപ്പോൾ അവർക്ക് തോന്നിയേ ഇത് ബാത്റൂമിൽ വീണതല്ല, വേറെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രാവശ്യം റിപ്പീറ്റായിട്ട് എന്നെ ചോദ്യം ചെയ്തു വീട്ടുകാർ. അങ്ങനെ ചോദ്യം ചെയ്യലാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് എന്താണ് ബാത്റൂമിൽ വീണതല്ല, രാഹുലിനെ ഉപദ്രവിച്ചതാണെന്ന്. അപ്പോൾ ആ സമയത്ത് തന്നെ അവരെന്നെ അവിടെ
കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പിന്നെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ കംപ്ലയിൻറ്റ്സ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത്. അവിടെ നിന്നാണ് പോലീസിൻ്റെ ഒരു കാര്യമായ റെസ്പോൺസ് ഇല്ലാത്ത നിങ്ങളുടെ പരാതിയിലൊക്കെ പറയുന്ന ഒരു സാധനം. അവരുടെ ഒരു സമീപനം എന്തായിരുന്നു? അവരുടെ ഒരു സമീപനം നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ രാഹുലിൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ എത്തിയായിരുന്നു. അപ്പം നമ്മളവിടെ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് പോലീസുകാർ രാഹുലിൻ്റെ തോളത്ത് കൈയിട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാഹുലിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ്. കാരണം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മൊബൈലിൻ്റെ ചാർജറിൻ്റെ കേബിൾ എടുത്തിട്ട് തന്നെ കഴുത്തിൽ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചത്. അത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ന്യൂസ് എന്ന് പറയുന്നത് അത് അവർ അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ ആ പോയിന്റ്സ് ഒക്കെ അവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ കൊടുത്ത മൊഴി പൂർണ്ണമായിട്ടും എഴുതിയില്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് കിട്ടിയത്. പിന്നെ CAയോട് പറഞ്ഞപ്പോൾ CA ഒരു കോംപ്രമൈസ്, അതായത് അതൊക്കെ സർവ്വസാധാരണമാണ്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നടക്കുന്ന സർവ്വസാധാരണമായ കേസാണ്. അപ്പോൾ നിങ്ങളൊരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലാണ് CA പുള്ളി ശ്രമിച്ചത്. പുള്ളിയുടെ ഭാഗത്തുനിന്നും എനിക്ക് അനുകൂലമായിട്ട് അപ്പം എന്നോട് ചോദിച്ചായിരുന്നു എന്താണ് കേസായിട്ട് മുന്നോട്ട് പോകാനാണോ താല്പര്യം എന്ന് ചോദിച്ചു. അത് പറഞ്ഞു കേസായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. പച്ചൻ ചോദിച്ചു, പച്ചനോട് പുള്ളി ചോദിച്ചു ഇതിന് ഏത് കേസാണ് എടുക്കട്ടെ, നിങ്ങൾക്ക് വല്ല കേസുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ആ കേസ് പറഞ്ഞാൽ ഞാൻ എടുക്കാന്നുള്ള രീതി. അങ്ങനെ നമ്മൾ പരിഹസിക്കുന്ന രീതിയിലുള്ളൊരു സമീപനമാണ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായത്. CAയുടെ സൈഡിൽ നിന്നുമാണ് അങ്ങനെ ഒരു സമീപനം ഉണ്ടായത്. അവരുടെ ഒരു സ്വാധീനത്തിൽ ഈ കേസ് ഒതുക്കപ്പെടാനുള്ള ശ്രമം നടന്നു എന്നാണ്. അതെ, രാഹുലിന് അനുകൂലമായ രീതിയിൽ രാഹുലിനെ രക്ഷിക്കാനുള്ള, അതുകൊണ്ടായിരിക്കണം ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റ്സുകൾ, അത് എന്നെ കൊല്ലാൻ ശ്രമിച്ച പോയിന്റ്സുകളൊന്നും പിന്നീട് ഞാൻ അറിഞ്ഞത് ഞാൻ കറക്റ്റായിട്ട് അവിടെ മൊഴി കൊടുത്തില്ല എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ ഒരിക്കലല്ല, ഞാൻ എന്നെ കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കണം ആ പോയിന്റ് അതിൽ നിന്ന് അവരെ സ്കിപ്പ് ചെയ്തേക്കണം. ഇപ്പം എന്താണ് നമ്മൾ ഇനിയിപ്പം രണ്ടാമത് മുഖ്യമന്ത്രിക്കും പോലീസിൻ്റെ DGPക്കൊക്കെ പരാതി കൊടുത്തല്ലോ, അതിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ പരാതിയിലുള്ളത്? അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെയിനായിട്ട് ഈ പറഞ്ഞ ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് തന്നെ കൊല്ലാൻ ശ്രമിച്ച കാര്യം, അത് മെയിനായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ. നിലവിൽ കൊടുത്ത സ്വർണ്ണം കാര്യങ്ങളൊക്കെ, സ്വർണം ബാക്കിയും തിരിച്ചു കിട്ടാനുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു തന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പരാതികൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. എല്ലാ പരാതികളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.